ആദ്യം നമുക്ക് രസപ്പൊടി ഉണ്ടാക്കിയെടുക്കാം. ചൂടായ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായ ശേഷം 1/2 ടീസ്പൂൺ ഉലുവ, 1/4 കപ്പ് മല്ലി എന്നിവ കൂടെ ചേർത്ത് ലോ ഫ്ലെയിമിൽ തന്നെ ഒന്നിളക്കുക. മല്ലി ഒന്ന് മൂത്തു വരുമ്പോൾ 1 ടീസ്പൂൺ ജീരകം ചേർത്ത് ചെറുതീയിൽ തന്നെ ഇളക്കുക. അതും ഒരു പരുവമായാൽ അതിലേക്ക് വറ്റൽമുളക് ഒരു 25 എണ്ണം ചേർക്കുക. കൂടാതെ കുറച്ച് കറിവേപ്പില, 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് ചെറുതീയിൽ തന്നെ ഒന്നിളക്കുക. എല്ലാം ഒന്ന് ക്രിസ്പി പരുവമായി കഴിഞ്ഞാൽ നമുക്കൊരു പാത്രത്തിലേക്ക് ചൂടാറാനായി ട്രാൻസ്ഫർ ചെയ്യാം. നല്ല രീതിയിൽ ഒന്ന് ചൂടാറിയ ശേഷം ഇതൊന്ന് പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് രസം ഉണ്ടാക്കാം. അതിനായി ഒരു തക്കാളി ചെറുതായി അരിഞ്ഞത് പാനിലിട്ട ശേഷം അതിലൊരു പച്ചമുളക് 2 അരിഞ്ഞതും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് കറിവേപ്പിലയും 1 കപ്പ് പുളിവെള്ളം 1 ടീസ്പൂൺ ഉപ്പ് ഇവ ചേർത്ത് 10 മിനിറ്റ് അടച്ച് തിളപ്പിക്കുക. മാത്രമല്ല ഇതിൽ വേണമെങ്കിൽ ഒരു ചെറിയ കഷ്ണം ശർക്കരയും കൂടി ചേർക്കാം. അതൊക്കെ ഓപ്ഷണലാണ്. ഇങ്ങനെ 10 മിനിറ്റിന് ശേഷം ഇത് തുറക്കുമ്പോൾ ഏകദേശം തക്കാളിയൊക്കെ വെന്തൊരു പരുവമായി കാണും. ഇനി 4 കപ്പ് വെള്ളവും കൂടെ ചേർക്കാം. അതിനൊപ്പം തന്നെ 2 കപ്പ് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. കൂടുതൽ വേണമെങ്കിൽ ഇതിൻ്റെ കൺസിസ്റ്റൻസി കൂട്ടാവുന്നതാണ്. ഇനി ഇത് തുറന്നു വെച്ച് 2 മിനിറ്റ് തിളപ്പിച്ചെടുക്കുക. അങ്ങനെ തിളച്ച ശേഷം നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിരിക്കുന്ന രസം പൗഡർ 4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. നമ്മൾ എത്രത്തോളം രസത്തിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടുന്നുവോ അതിനനുസരിച്ച് പൊടിയും ചേർക്കുക. പൊടിയിട്ട ശേഷം മൊത്തത്തിലൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോഴിതാ ഒരു ബ്രൈറ്റ് കളറിലേക്ക് വന്നിരിക്കുകയാണ്. 1 മിനിറ്റ് ഒന്ന് തിളപ്പിക്കുക. ഇതിലേക്ക് ഈ ഓപ്ഷണലാണ് ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയതും കൂടെ ചേർക്കുക. ഞാനെന്തായാലും ചേർക്കുന്നില്ല. ശേഷം 2 ടേബിൾ സ്പൂൺ മല്ലിയിലയും കൂടെ ചേർത്ത് നല്ല പെർഫെക്റ്റ് ഫ്ലേവറിൽ നമ്മുടെ ഉടുപ്പി രസം ആയിക്കഴിഞ്ഞു. അവസാനമായി താളിച്ച് ചേർക്കാൻ 2 ടീസ്പൂൺ വെളിച്ചെണ്ണയിൽ 1 ടീസ്പൂൺ കടുക്, 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ്, വറ്റൽമുളക് 1, ഒരു പിഞ്ച് കായപ്പൊടി, കുറച്ച് കറിവേപ്പില ഇവ ചേർത്ത് കടുകൊക്കെ നല്ല രീതിയിൽ ഒന്ന് പൊട്ടിയ ശേഷം രസത്തിലേക്ക് ചേർത്ത് കൊടുക്കുക. അങ്ങനെ ഉടുപ്പി രസം തയ്യാറായി. ഏവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമാക്കി ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ നന്ദി, നമസ്കാരം.